10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിനെതിരെ ഒറ്റ അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്ന് വി.പി. സാനു പറഞ്ഞു. അതേസമയം ഭരണത്തിലില്ലാത്തപ്പോൾ പോലും അഴിമതി നടത്തുന്ന പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തവനൂരിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെയും വി.പി. സാനു കടുത്ത വിമർശനം ഉന്നയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ വയനാട് ഫണ്ട് കൈപ്പറ്റിയെന്ന് സംബന്ധിച്ച UDF സ്ഥാനാർത്ഥി ആ പണം എവിടെയെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ തന്റെ ശമ്പളത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായ ആളാണെന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്ത MLAയിൽ ഒരാൾ അദ്ദേഹമാണെന്നും വി.പി. സാനു ചൂണ്ടിക്കാട്ടി. ഇന്നേ വരെയുള്ള ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. തുടർച്ചയായി മൂന്നാം ഗവൺമെൻറ് എന്നത് സാധ്യമാകാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത്, അതോടൊപ്പം ചരിത്രത്തിലാദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. ഭരണത്തിലില്ലാതിരുന്ന കാലത്ത് ഇത്ര വലിയ അഴിമതി നടത്തുന്നുവെങ്കിൽ ഭരണത്തിലേറിയാൽ എത്രമാത്രം ഭീകരമായ അഴിമതി അവർ നടത്തും എന്നുള്ളത് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് തൊട്ടടുത്തുള്ള തവനൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടെ പണം കൈപ്പറ്റിയതായി അദ്ദേഹം തന്നെ വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഫണ്ട് കൈപ്പറ്റിയതായി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ പണം എവിടെയെന്ന് ഇതുവരെ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഇടതുപക്ഷത്തിൻ്റെ തവനൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അദ്ദേഹം അതേ ദുരിതബാധിതർക്ക് 5 ലക്ഷം രൂപ സംഭാവന ചെയ്ത, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തുക സംഭാവന ചെയ്ത MLA കൂടിയായിരുന്നു. അപ്പോൾ ആ നിലയിലെല്ലാം ജനം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വിലയിരുത്തി വികസനത്തിന്, സമാധാനത്തിന്, പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഇത്തവണ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തവനൂരിൽ 1124 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയ KT ജലീലിന്റെ വിജയം സുരക്ഷിതമാണ്. മണ്ഡലത്തിലെ ഓരോ വീടിനും പരിചിതനായ അദ്ദേഹം 4ാം തവണയും ഉജ്ജ്വല വിജയം നേടും. വികസനത്തിനും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള ജനവിധിയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നതെന്നും വി.പി. സാനു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തവനൂരിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? തവനൂർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞു തന്നെ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് പോലും 2 സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ എടുത്ത നിലപാട് എന്ത് എന്നുള്ളത് വളരെ കൃത്യമായി തവനൂർ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല തവനൂരുകാർക്ക് നന്നായിട്ട് അറിയാം, കഴിഞ്ഞ 15 വർഷക്കാലമായി അവിടെ MLA ആയി ഓരോ വീടുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ KT ജലീൽ എന്ന് പറഞ്ഞാൽ. മാത്രമല്ല 1124 കോടി രൂപയുടെ വികസനം ആ മണ്ഡലത്തിൽ സാധ്യമാക്കിയിട്ടുള്ള MLA ആണ്. ആ നിലയിൽ തന്നെ എല്ലാം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഏതർത്ഥത്തിലും ഉറപ്പ് ആയിട്ടുള്ള വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.